ടി.വി.കെ നേതാവിനെതിരെ കൈക്കൂലി ആരോപണം. 1.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ ബി.ജെ.പിയാണ് പുറത്തുവിട്ടത്. ബി.ജെ.പി നേതാവ് വിനോദ് പി സെൽവമാണ് വീഡിയോ പുറത്തുവിട്ടത്. കോൺട്രാക്റ്റിൽ നിന്ന് ടി.വി.കെ നേതാവ് വീര കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. கிளர்க்கு வச்சுக்கிறாங்க புக்கை அது சரியான இல்லை மாட்டேன் அன்னைக்கே சொன்னடா உண்மையில கிளார்க்கு ஏழுமலை இல்லை അപ്പു വരല കെ ബി ശ്രീധരനാണ് വിവരങ്ങളുമായുള്ള. ശ്രീധരൻ, കൈക്കൂലി ആര് വാങ്ങിയാലും അത് ഒപ്പമുള്ളവരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും നടപടിയെടുക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള വിജയുടെ ആദ്യത്തെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു അത്. പക്ഷേ ഇപ്പോഴത്തെ ടി.വി.കെ നേതാവ് കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ, എന്താണ് സംഭവം എന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ സർക്കാർ? അതായത് ഇന്ന് അഴിമതി കൈക്കൂലി തടയാൻ വേണ്ടി കൃത്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കും. പ്രത്യേകിച്ചൊരു വാട്സാപ്പ് നമ്പറൊക്കെ നൽകി അതിലേക്ക് ജനങ്ങൾക്ക് പരാതി നൽകാനുള്ള സൗകര്യം ഒരുക്കും എന്നൊക്കെ മുഖ്യമന്ത്രി വിജയ് ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതേ ദിവസം തന്നെയാണ് ടി.വി.കെ നേതാവ് കോൺട്രാക്ടറിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള വീര എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരാളിൽ നിന്ന്, കോൺട്രാക്ടറിൽ നിന്ന് 1.5 ലക്ഷം രൂപ തവണകളായിട്ട് വാങ്ങിയിരിക്കുന്നത്. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പുറത്തു വന്നിട്ടും ഉണ്ട്. ഈ ദൃശ്യവും, അതായത് കൈക്കൂലി നൽകുന്ന ദൃശ്യവും ഈ പണം വാങ്ങിയതിന്റെ, ഗൂഗിൾ പേ വഴി പണം വാങ്ങിയതിന്റെ ദൃശ്യവും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ബി.ജെ.പി നേതാവായിട്ടുള്ള വിനോദ് പി സെൽവമാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിന്റെ ആധികാരികത സംബന്ധിച്ച് പോലീസൊക്കെ അന്വേഷിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. വിഷയത്തിൽ ഇതുവരെ ടി.വി.കെയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നിട്ടില്ല. ഏതായാലും ബി.ജെ.പിയും ഡി.എം.കെയും ഉൾപ്പെടെയുള്ള കക്ഷികൾ ടി.വി.കെയുടെ മറ്റൊരു മുഖമാണ്. അതായത് ഒരു വശത്ത് അഴിമതിക്കെതിരെ സംസാരിക്കുകയും മറുവശത്ത് കൈക്കൂലി വാങ്ങുകയും ചെയ്യുകയാണ് ടി.വി.കെയുടെ നയം എന്ന് ഒക്കെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.